ഹായ്, ഞാൻ ബിനിത. അമ്മയാവുക എന്നുള്ളത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഭാഗ്യം സന്തോഷമാണ്. ഈ പ്രസവശേഷം പല സ്ത്രീകളും പല രീതിയിലുള്ള മാനസിക പിരിമുറുക്കത്തിൽ കടന്നു പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. പലപ്പോഴും പറയാറുണ്ട് സുഖപ്രസവം എന്ന്. പ്രസവിച്ചവർക്കറിയാം വലിയ സുഖം എന്നുള്ള പരിപാടിയല്ല, നല്ല പെയിനാണ് പ്രസവിക്കുമ്പോൾ വരുന്നത്. ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്ക് തുടർന്നും ഉണ്ടാവുന്നുണ്ട്. ഈ പോസ്റ്റ് പാർട്ടം എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്താണ് ഈ പോസ്റ്റ് പാർട്ടം? പാർട്ടം എന്ന് പറഞ്ഞ ഡെലിവറി, പ്രസവശേഷം സ്ത്രീകളിൽ സംഭവിക്കുന്ന ചില രീതിയിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ. എന്താണ് ഇതിന് കാരണം? പ്രഗ്നൻസി പീരീഡിൽ നമ്മുടെ ശരീരത്തിൽ ഇസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഓക്സിറ്റോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോണുകളുടെ ഉൽപ്പാദനം വളരെയധികം കൂടും. അതേസമയം പ്രസവശേഷം ഈ പറഞ്ഞ ഹോർമോണുകളുടെ ഉൽപ്പാദനം വളരെയധികം കുറയും, പെട്ടെന്ന് ഡൗൺ ആയിപ്പോവും. ഈ സമയത്ത് സ്ത്രീകളിൽ ചില മാനസിക അസ്വസ്ഥതകൾ വരാറുണ്ട്. പലപ്പോഴും കരച്ചിൽ വരാ, മൂഡ് സ്വിങ് ഉണ്ടാവുക, ഒറ്റപ്പെട്ടിരിക്കാൻ തോന്നുക, കുട്ടികളുടെ കരച്ചിൽ കേൾക്കാൻ പറ്റാത്ത അവസ്ഥ, ഉറക്കമില്ലായ്മ ഒക്കെ വരാറുണ്ട്. ഇത് പ്രസവത്തിന് ശേഷം 2-3 ആഴ്ചകളിൽ നീണ്ടു നിൽക്കും. മിക്കവാറും പല സ്ത്രീകളും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഇതിനെ പറയുന്നതാണ് പോസ്റ്റ് പാർട്ടം ബ്ലൂസ് എന്ന്. അതായത് അതിനെ റിക്കവർ ചെയ്ത് പോകാനായിട്ട് പലപ്പോഴും പലർക്കും പറ്റാറുണ്ട്, വീട്ടുകാരെ സപ്പോർട്ടൊക്കെ കാരണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഡെലിവറി എന്ന് പറയുന്നത് നല്ല പെയിൻഫുള്ളായ ഒരു അവസ്ഥയാണ്. അതിൻ്റെ വേദന, അതിൻ്റെ ക്ഷീണം, ഒപ്പം കുട്ടി ഉറങ്ങാതെ നമുക്ക് ഉറക്കം തരാത്തൊരവസ്ഥ ഒക്കെ വരുമ്പോൾ, മാത്രമല്ല ഈ അമ്മയാകുന്ന ഒരു ഉത്തരവാദിത്തം പെട്ടെന്ന് ഏറ്റെടുക്കുമ്പോൾ വരുന്ന മാനസിക സംഘർഷം, ഇതൊക്കെയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാവുന്നത്. പണ്ടൊക്കെ പറയും 28 ദിവസം പുറത്തേക്കൊന്നും പോകരുത്, റൂമിൻ്റെ അകത്ത് തന്നെ അടച്ചിരിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾക്ക്, ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പലപ്പോഴും എല്ലാവരും കൂടെ നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ സാധിക്കും. ഈ സിംറ്റംസ്, അതായത് മൂഡ് സ്വിങ് ഉണ്ടാവുക, ഒറ്റപ്പെട്ടിരിക്കുക, കരച്ചിൽ വരാ, കുട്ടിയുടെ കരച്ചിൽ കേൾക്കാൻ പറ്റാത്ത ഒരവസ്ഥ, പലപ്പോഴും ആത്മഹത്യ പ്രവണത തോന്നുക, ഇതിനെയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇത് 3 ആഴ്ചയ്ക്ക് ശേഷം, പ്രസവത്തിന് 3 ആഴ്ചയ്ക്ക് ശേഷം 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണിത്. അതായത് ആ വ്യക്തിക്ക് സ്വയം ഈ ഒരു അവസ്ഥ തരണം ചെയ്യാൻ പറ്റാതെ ആവുക. ആ സമയത്ത് നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ സഹായമോ സൈക്കോളജിക്കൽ സപ്പോർട്ടോ ഒക്കെ കൊടുക്കേണ്ടി വരും. പലപ്പോഴും സൈക്കോതെറാപ്പിയൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ആളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുക, ഈ ഒരു അവസ്ഥയെ പോസിറ്റീവായി എടുക്കണമെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ചില വ്യക്തികൾക്ക് ചെറിയ രീതിയിലുള്ള മെഡിസിൻ കൊടുക്കേണ്ടി വരും. അടുത്തതാണ്, 1 വർഷത്തിന് ശേഷവും സിവിയർ ആയിട്ട് ഇതേ സിംറ്റംസ് നിൽക്കുകയാണെങ്കിൽ, മാത്രമല്ല സ്വയം മരിക്കുക എന്നുള്ളത് മാത്രമല്ല, കുട്ടീനെ കൊല്ലാൻ തോന്നുക, അതായത് പോസ്റ്റ് പാർട്ടം സൈക്കോസിസിലേക്ക് പോകും. അതായത് പാരനോയ സ്റ്റേജിലേക്ക്, വളരെയധികം സംശയമായിരിക്കും. ഞാൻ കൊടുക്കുന്ന പാലിൽ വിഷമുണ്ട്, കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കും, ഇല്ലെങ്കിൽ എന്നെയും കൊച്ചിനെയും ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള സംശയ ഒരു അവസ്ഥയിലേക്ക് എത്തും. അതാണ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത്. ടോട്ടലി അബ്നോർമൽ ആയ ഒരു അവസ്ഥയായിരിക്കും ആ വ്യക്തിക്ക്. മാത്രമല്ല ഭയങ്കര ശക്തിയായിരിക്കും, നമുക്കൊന്ന് കൺട്രോൾ ചെയ്താൽ പിടിക്കാൻ പോലും പറ്റാത്ത പോലെ വളരെ ശക്തിയായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് എന്തായാലും ഹോസ്പിറ്റലൈസേഷൻ ചെയ്യേണ്ടി വരും, സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വരും, മരുന്നെടുക്കേണ്ടി വരും. പലപ്പോഴും ഈ ഒരു അവസ്ഥയിൽ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. പണ്ടൊക്കെ പറയാറുണ്ട്, അരി കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോയി പ്രസവിച്ചതാണ്, ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ടായില്ലല്ലോ എന്ന് പല വ്യക്തികളും പറയും. പക്ഷെ ഇന്നത്തെ കാലത്ത് മിക്ക കുട്ടികൾക്കും ഈ പ്രസവത്തിലേക്ക് വരുമ്പോൾ വളരെയധികം മാനസികമായി പിരിമുറുക്കങ്ങൾ വരുന്നുണ്ട്. ഇതിന് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കണം. ഹസ്ബൻഡ് ആണെങ്കിലും അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും നന്നായി അവർ കൂടെ നിൽക്കണം. ഇതിന് പല പല കാരണങ്ങളുണ്ട് ഈ പോസ്റ്റ് പാർട്ടം വരാനായിട്ടുള്ളത്. ചിലപ്പോൾ ജനിതകപരമായ കാരണങ്ങളായിരിക്കാം. അതായത് ആ സ്ത്രീയുടെ വീട്ടിൽ പാരമ്പര്യമായ ആർക്കെങ്കിലും ഉണ്ടാവുകയോ, ഈ വ്യക്തിക്ക് ചെറുപ്പത്തിലുണ്ടായ പല അനുഭവങ്ങളായിരിക്കാം പോസ്റ്റ് പാർട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക. പിന്നീട് അതുപോലെ തന്നെ നല്ല അനുയോജ്യമായ സാഹചര്യമല്ലായ്മ, ഈ വ്യക്തി പോകുന്നത് തീരെ അനുയോജ്യമല്ലാത്ത സാഹചര്യമായിരിക്കാം. ഭർത്താവിൻ്റെ സപ്പോർട്ട് ഉണ്ടാവില്ല, ഭർത്താവിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെ പോകുമ്പോഴും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചുറ്റും പല വ്യക്തികൾക്കും ഇതുപോലെ മാനസികമായ സംഘർഷത്തിൽ കടന്നു പോകുന്നുണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് അറിവില്ലായ്മയായിരിക്കും പലപ്പോഴും കുറ്റപ്പെടുത്താൻ കാരണമാവുന്നത്. ഇത് അവരുടെ കുറ്റം കൊണ്ടല്ല, അവരുടെ നാഡീഞരമ്പുകളുടെ പ്രവർത്തനത്തിൻ്റെ പ്രശ്നം കാരണമാണ് ഇങ്ങനത്തെ രീതിയിൽ കടന്നു പോകുന്നത്. ഇത് മനസ്സിലാക്കി നമ്മുടെ ചുറ്റുമുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് അവരെ കരകയറ്റി നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെ സഹായിക്കാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം.